കേരളത്തിനും തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനും ദേശീയ ആദരം. ഇന്ത്യയിൽ സുസ്ഥിര ജലാശയ സംരക്ഷണത്തിനും ആദരിച്ച 9 സംസ്ഥാനങ്ങളിൽ ഇടം പിടിച്ച് കേരളം. തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്താണ് കേന്ദ്ര ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച രാജ്യാന്തര വാട്ടർ വീക്കിൽ കേരളത്തെ പ്രതിനിധീകരിച്ചത്. ജലശക്തി മന്ത്രാലയം സംഘടിപ്പിച്ച രാജ്യാന്തര വാട്ടർ വീക്ക് ഉച്ചകോടിയിലാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി അശ്വതിയും സെക്രട്ടറി എം ശാലിനിയും ആദരം ഏറ്റുവാങ്ങിയത്. ഇന്ത്യയിൽ സുസ്ഥിര ജലാശയ സംരക്ഷണത്തിന് ആദരിച്ച 9 സംസ്ഥാനങ്ങളിൽ കേരളം ഇടം പിടിച്ചിരുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തെ പ്രതിനിധീകരിച്ചത്. കേരളത്തിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനാണ് അതിന് അവസരം ലഭിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളം വലിയ രീതിയിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്, മാലിന്യമുക്ത നവകേരള പദ്ധതിയുമായിട്ട് വളരെ നല്ല രീതിയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനെ തുടർന്ന് തന്നെയാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും നമ്മുടെ ജലസ്രോതസ്സുകളെ മാലിന്യമുക്തമാക്കാനായിട്ടുള്ള പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചത്. പശ്ചിമഘട്ടത്തിലെ കോർമലയിൽ നിന്ന് ഒഴുകുന്ന കുറുമാലി പുഴയാണ് തൃശ്ശൂരിലെ മറ്റത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൂടെ വലിയ തോടായി ഒഴുകുന്നത്. വർഷങ്ങളായി മാലിന്യം പേറി ഒഴുകിയിരുന്ന പുഴ മഴക്കാലത്ത് ഒഴുക്ക് നഷ്ടപ്പെട്ട് നിറഞ്ഞൊഴുകി സമീപത്തെ 18 പാടശേഖരങ്ങളിലായി ലക്ഷങ്ങളുടെ കൃഷിനാശമുണ്ടായിരുന്നു. ഇതിന് ശാശ്വത പരിഹാരമായാണ് വെള്ളിക്കുളങ്ങര മുതൽ ചെമ്പൂച്ചിറ വരെ 15 കിലോമീറ്റർ ശുചീകരണത്തിനും പഞ്ചായത്ത് തീരുമാനിച്ചത്. 30 ലക്ഷം രൂപയുടെ പദ്ധതിയായിരുന്നു അത്. കേരളത്തെ കൂടാതെ ദാദ്ര നഗർ ഹവേലി, മഹാരാഷ്ട്ര, ഒഡീഷ, ബംഗാൾ, മിസോറാം, കർണാടക, ഉത്തർപ്രദേശ്, മണിപ്പൂർ എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങൾ. കൈരളി ന്യൂസ്, ദില്ലി.